നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ വാരഫലം, ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 29 ബുധനാഴ്ച മുതലുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു ശുഭാശുഭ ഫല ചർച്ച ചെയ്യുമ്പോൾ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. ഇടവൻ രാശിയിൽ ചൊവ്വ, മിഥുനത്തിൽ ബുധൻ, കർക്കിടകത്തിൽ സൂര്യനും വ്യാഴവും, ചിങ്ങത്തിൽ ശുക്രനും കേതുവും, മകരത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ അതെപ്രകാരം ഓരോ രാശിക്കാർക്കും അവരുടെ രാശിക്ക് അനുസൃതമായ ഫലത്തെ, ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ചർച്ചയാണ് നാം ചെയ്യുന്നത്. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കന്നിരാശിക്കാർക്ക് ഗ്രഹനില ശ്രദ്ധിക്കുക. 5-ാം ഭാവത്തിൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ രാഹു, 7-ൽ ശനി, 9-ാം ഭാവത്തിൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ ബുധൻ, 11-ാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം, 12-ൽ ശുക്രൻ കേതു. പലപ്പോഴും ഭൂമിപരമായ സംഘർഷങ്ങൾ ഉണ്ടാകും. അച്ഛൻ്റെ ആളുകൾ, അച്ഛനെങ്കിൽ അച്ഛൻ തന്നെ, മക്കളും പിതാവും തമ്മിൽ ഭൂമിപരമായ വലിയ തർക്കങ്ങളൊക്കെ ഉടലെടുക്കുന്ന സമയമാണ്. സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന തർക്ക വിഷയമുണ്ടാകാം. 9-ാം ഭാവത്തിൽ ചൊവ്വയാണ്. ധർമ്മേ ഘവാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും വളരെ ക്രൂരമായ പല തീരുമാനങ്ങൾ എടുക്കുക, പെട്ടെന്ന് പ്രകോപിതനാവുക, പെട്ടെന്ന് വഴക്കുണ്ടാക്കുക, ഇതൊക്കെ ധാരാളം സംഭവിക്കുന്ന വാരമാണ്. വളരെയധികം നിയന്ത്രണം പാലിക്കണം. നിർബന്ധമായും ധർമ്മദൈവ സങ്കേതത്തിൽ പോകണം. അവിടെ ധർമ്മദൈവ പ്രീതി ചെയ്യണം. ധർമ്മദൈവങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. കാരണം ഇവിടെ ജാതകത്തിൽ 9-ാം ഭാവം ധർമ്മദൈവങ്ങൾ, പൈതൃകമായ പൂർവോപാസിത ദേവകോപം അശുഭം, പൂർവികർ ഉപാസിച്ചു വന്നിരുന്ന ചൈതന്യത്തിൻ്റെ ദോഷം വരുന്ന വാരമാകയാൽ ധർമ്മദൈവ പ്രീതി നന്നായി ചെയ്യുക. ഡയാലിസിസ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. നാഗസങ്കേതം ഉള്ളവർ അവിടെ നാഗപ്രീതി ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കുമെന്നും അറിയുക. കർമ്മമേഖലയിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കർമ്മമേഖലയിൽ തനിക്ക് പുതിയ അധികാരങ്ങൾ ഒക്കെ വരും. അതിനുമപ്പുറം 11-ൽ സൂര്യനും വ്യാഴവുമാണ്. പ്രശസ്തനാവുക, പല കാര്യങ്ങൾക്കും യാത്ര ചെയ്യേണ്ടി വരിക മുതലായ വിഷയങ്ങളൊക്കെ നല്ലത്. ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ ശ്രദ്ധിക്കണം. ഫിനാൻഷ്യൽ വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സ്നേഹം കൊടുത്തിട്ട് ദുഃഖം വാങ്ങുമെന്നാണ്. പലരും സ്നേഹിച്ച് കാശ് കടം വാങ്ങിയാൽ തിരിച്ചു കിട്ടില്ല. അല്ലെങ്കിൽ പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി അവർക്ക് വേണ്ടി വലിയ ഷെയർസ് എടുക്കുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അത് നഷ്ടമായി കലാശിക്കുന്ന ഒരു വാരമാണിത്. ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട് വളരെ ശ്രദ്ധിക്കുക. വീട്ടിൽ മഴക്കാലത്ത് വെക്കുന്ന സ്വർണം നഷ്ടപ്പെടുക, സ്വർണ്ണ നഷ്ടം വരുന്ന വാരമാണ്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെടും. അതിനാൽ ലോക്കറിൽ വെക്കുക ധനമൊക്കെ. അന്യനെ വിശ്വസിച്ചേൽപ്പിക്കുന്ന ധനമൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. സന്താന വിഷയത്തിന് ഏറ്റവും നല്ല സമയമാണ്. ദമ്പതികൾക്ക് IVF തുടങ്ങിയ ചികിത്സകൾ ചെയ്യാം. അപ്രകാരം തന്നെ പെട്ടെന്ന് ഭാര്യ ഗർഭിണിയാകുന്ന ശുഭ വാർത്തകൾ കേൾക്കുന്ന സമയമാണ്. പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിക്കും തങ്ങളുടെ മക്കൾക്ക് പൗത്രന്മാരുണ്ടാകുന്ന നല്ല സന്തോഷമൊക്കെ കേൾക്കേണ്ടുന്ന വാരമാണ്. വളരെ അനുകൂലമാണ് പല കാര്യങ്ങളിലും. ദോഷം ഇവിടെ നിർബന്ധമായും ധർമ്മദൈവ പ്രീതി ചെയ്യുക. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ വിളക്കുമാല പായസം വഴിപാടായി സമർപ്പിക്കുക. ഒന്നും കൂടി വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സ്വർണം ശ്രദ്ധിക്കുക. നമസ്തേ.